وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂനിലൂടെ സത്യവിശ്വാസികളായ നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കടപ്പാടുകളും കടമകളും നമ്മളോട് പറയുന്നതോടുകൂടി തന്നെ ചില നിയമങ്ങളും നിയന്ത്രണങ്ങൾ കൂടി അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ നിയമവും ആ നിയന്ത്രണങ്ങളും നമ്മൾ പാലിക്കുമ്പോൾ അവർക്ക് അല്ലാഹു നൽകുന്ന സമ്മാനമാണ് ജീവിതത്തിന്റെ സന്തോഷവും ആനന്ദവും ആഹ്ലാദവുമെല്ലാം. ഒരാൾ വ്യക്തിജീവിതത്തിലോ കുടുംബജീവിതത്തിലോ അല്ലാഹു പറഞ്ഞ ഈ നിയമങ്ങളെ മറികടക്കുകയോ ധിക്കരിക്കുകയോ ചെയ്താൽ അയാളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഫലത്തിന്റെ പേരാണ് സങ്കടം, ദുഃഖം, പ്രയാസങ്ങൾ, ജീവിതം കൈവിട്ടു പോവുക എന്നതെല്ലാം. നമ്മുടെ ജീവിതം നമ്മൾക്ക് പ്രയാസകരമായി തോന്നുന്നുവെങ്കിൽ, നമ്മുടെ കുടുംബജീവിതം നമ്മൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുവെങ്കിൽ, ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മൾ വിധേയമായാൽ ഭൂരിപക്ഷം ആളുകൾക്കും കണ്ടെത്താൻ കഴിയുന്ന ഉത്തരം അല്ലാഹു പറഞ്ഞ ഏതെങ്കിലും ഒരു നിയമമോ നിർദ്ദേശമോ അതിർവരമ്പുകളോ ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ മറികടന്നത് മുതലാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ അസ്വസ്ഥമായി തുടങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയാണ് പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്കുണ്ടാകേണ്ട സവിശേഷതകളെക്കുറിച്ച് പറയുന്നിടത്ത് 5-ാമത്തെ ആയത്ത് മുതൽ 5, 6, 7 സൂറത്ത് മുഅ്മിനൂനിലൂടെ 5, 6, 7 ആയത്തിലൂടെ അല്ലാഹു നമ്മുടെ ജീവിതം സന്തോഷകരമാകാനും കൈവിട്ടു പോകാതിരിക്കാനും അതുവഴി സ്വർഗം കിട്ടുവാനും നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നത്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അഥവാ സത്യവിശ്വാസികൾ, അവർ അവരുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്. നമ്മുടെ മനസ്സിലുണ്ടാകണം, അവർ അവരുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. അല്ലാഹു അവർക്ക് അനുവദിച്ച ഇണകളോട് മാത്രമേ അവർ തങ്ങളുടെ ലൈംഗികമായ വിശുദ്ധി അവർ പാലിക്കുകയുള്ളൂ. ഭാര്യമാർ, മുമ്പ് കാലത്ത് അടിമകൾ ഉണ്ടായിരുന്നു, അവർ മാത്രമേ, അഥവാ ഇന്നതില്ലാത്തത് കൊണ്ട് സ്വന്തം ഇണകളിൽ നിന്ന് ദാമ്പത്യ സുഖം, ലൈംഗിക വിശുദ്ധി ജീവിതത്തിൽ പുലർത്തിപ്പോരുന്നവരാണ് അവർ. എന്നിട്ട് അല്ലാഹു പറയാൻ ഫമനിബ്തഗാ വറാഅ ദാലിക്, സ്വന്തം ഇണകളിൽ നിന്ന് ലഭിക്കേണ്ട ലൈംഗിക വിശുദ്ധിയെ അവിടെ നിന്ന് മാറി മറ്റുള്ള കാര്യങ്ങളിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, ഹറാമുകളിലേക്ക് ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഫഉലൈക ഹുമുൽ ആദൂൻ, അവർ അന്നു മുതൽ അതിക്രമകാരിയായി അല്ലാഹു അയാളുടെ ജീവിതത്തിൽ മാറ്റപ്പെടുമെന്നാണ്. സഹോദരങ്ങളെ, വളരെ സ്പഷ്ടമാണ് അല്ലാഹുവിന്റെ വാക്ക്. അല്ലാഹു നേർക്കുനേരെയാണ് പറഞ്ഞത്. ഒന്ന്, സ്വന്തം ജീവിതത്തിലും കുടുംബജീവിതത്തിലും സന്തോഷവും ആഹ്ലാദവും ആഗ്രഹിക്കുകയും അതുവഴി സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ഒന്ന് ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്. അല്ലാഹു പറഞ്ഞുതരാൻ, അഥവാ സ്വന്തം ഇണകളിൽ നിന്ന് അല്ലാഹു നൽകിയ ഹലാലായ മാർഗത്തിലൂടെ ലൈംഗിക ആസ്വാദനം പൂർത്തിയാക്കുന്നവരാണ്. മൂന്ന്,
അഥവാ ഇണകൾക്ക് പുറമെ മറ്റൊരു വഴിയും ഹറാമായ വഴിയും തെരഞ്ഞെടുക്കാത്തവരാണ്. അങ്ങനെ തെരഞ്ഞെടുത്താൽ അവരെ അള്ളാഹു അതിക്രമകാരിയായി രേഖപ്പെടുത്തും. അതിനർത്ഥം ഒരു അതിക്രമകാരിക്ക് കിട്ടുന്ന എല്ലാവിധ പ്രയാസവും, ടെൻഷനും, മാനഹാനിയും, ബുദ്ധിമുട്ടും, അപമാനവും അയാളുടെ ജീവിതത്തിൽ അയാൾ അനുഭവിക്കേണ്ടി വരും എന്നതാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, കാലം ഒരുപാട് കഴിഞ്ഞു പോകും. സയഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം കടന്നു പോകും, അല്ലെങ്കിൽ വരും. ആ കാലത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് യൽഹറു സിന, അവർ വ്യഭിചാരം എന്നത് അവർക്കിടയിൽ വ്യാപകമാകുന്നൊരവസ്ഥയുണ്ടാവും. തശീഅ ഫീഹാ അൽ ഫാഹിഷ, തോന്നിയാസങ്ങളും വൃത്തികേടുകളും അവർക്ക് സുപരിചിതമായൊരു കാലഘട്ടമായി മാറും. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെ ചെറുപ്പത്തിൽ, നമ്മൾ മുസ്ലിമീങ്ങളാണല്ലോ, ഒരു പുതിയ വിഷയമല്ലല്ലോ ഈ പറയുന്നത്. നമ്മൾ ജനിച്ച അന്ന് മുതൽ ഒരു അത്യാവശ്യമൊക്കെ ഒരു വകതിരിവ് എത്തുന്നത് മുതൽ നമ്മുടെ മദ്രസയിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു കാര്യം ഇപ്പോഴും 50ഉം 60ഉം വയസ്സാകുമ്പം വീണ്ടും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് മാത്രം 100-ലധികം പ്രഭാഷണങ്ങൾ ഇത്രയും കാലത്തിനിടയിൽ കേട്ടിട്ടുണ്ടാകും. പക്ഷെ പ്രവാചകൻ പറഞ്ഞ ഈ വാക്ക് ആലോചിച്ച് നോക്കൂ. എന്നാൽ ഇത്ര ഗൗരവത്തിൽ പറഞ്ഞ ഈ തെറ്റിനെ നമ്മുടെ നാട്ടിൽ സർവ്വവ്യാപകമായി കാണുന്ന ഒരു കാലഘട്ടം വരും. നോക്കൂ നിങ്ങൾ, വ്യഭിചാരം എന്നത് വിവാഹത്തിന്റെ മുമ്പ് നടത്തുന്ന ആളുകൾ ഉണ്ടാകുന്നു, വിവാഹത്തിന് ശേഷമുള്ള ആളുകൾ ഉണ്ടാകുന്നു, പുരുഷനും സ്ത്രീയും തമ്മിൽ ഉണ്ടാകുന്നു, സ്ത്രീയും സ്ത്രീയും തമ്മിൽ ഉണ്ടാകുന്നു, പുരുഷനും പുരുഷനും തമ്മിൽ ഉണ്ടാകുന്നു, പ്രായക്കൂടുതലുള്ളവരും വളരെ ചെറിയ കുട്ടികളും വളരെ വയസ്സ് കുറഞ്ഞ കുട്ടികളും തമ്മിൽ തോന്നിവാസങ്ങൾ ഉണ്ടാകുന്നു. സങ്കടകരമായ കാര്യം, ഒരു ദീനിയായതുകൊണ്ട് പറയൽ നിർവാഹമില്ല, ദീനിയായൊരു കാര്യമായതുകൊണ്ട് പറയാതെ നിർവാഹമില്ല എന്നതുകൊണ്ട് പറയാൻ, സ്വന്തം രക്തത്തിൽ പോലും തോന്നിവാസങ്ങൾ വീടുകളിലും കുടുംബങ്ങളിലും നടക്കുന്നു. ഇത് പ്രവാചകൻ നമ്മൾക്ക് പറഞ്ഞു തരാൻ. എന്നിട്ട് പ്രവാചകൻ അത് അവസാനിപ്പിക്കുന്നത് യസ്തഹില്ലൂനൽ ഹില്ല, ചിലരൊക്കെ അതിനെ എന്താണ് പ്രശ്നം എന്ന ഹലാലായ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കാലം വരും. എനിക്ക് അത്ഭുതമായിട്ട് തോന്നാറുണ്ട് സഹോദരങ്ങളെ. ഈ ഇരിക്കുന്ന നമ്മൾ ആലോചിച്ച് നോക്കൂ, 10 കൊല്ലം മുമ്പ് വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാത്തു സൂക്ഷിച്ച, നമ്മുടെ താഴെയുള്ളവരോട് പറഞ്ഞ, അങ്ങാടിയിലും കുടുംബത്തിലുമുള്ളവരോട് നമ്മൾ ഗൗരവത്തിൽ വിലക്കിയ എത്ര കാര്യങ്ങൾ ഇന്ന് കുട്ടികളുടേത് പോകട്ടെ, മുതിർന്ന നമ്മളുടേത് 2ഉം 3ഉം മക്കളായ നമ്മുടെ ജീവിതത്തിൽ എത്ര ഇസ്ലാമികമായ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾക്ക് ഹലാലായ മട്ടിൽ നമ്മൾ ചെയ്യുന്നത്. അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് മുതിർന്ന നമ്മൾക്ക് പ്രശ്നമില്ലാതായി. കുറച്ചു കാലമായിട്ടുള്ളൂ. മടിയിലിരിക്കുന്നത് പ്രശ്നമല്ല, കൈ കൊടുക്കുന്നത് പ്രശ്നമല്ല, ഒന്നിച്ച് അവർ മാത്രമായി യാത്ര ചെയ്യുന്നത് പ്രശ്നമല്ല. സഹോദരങ്ങളെ, പരസ്പരം അശ്ലീലമായ സംസാരങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാർ നടത്തുന്നത് പ്രശ്നമല്ല. സ്വന്തം ഭർത്താവിന്റെ പോരായ്മകൾ മറ്റൊരാളുടെ മുന്നിൽ പറഞ്ഞിട്ട് ഒന്നിച്ച് വട്ടം കൂടി ചിരിക്കുന്നത് പ്രശ്നമല്ല. സ്വന്തം ഭാര്യയുടെ ഔറത്തിന്റെ ഭാഗങ്ങൾ കൂട്ടുകാർക്കിടയിൽ വെച്ച്, പെൺകുട്ടികളും സഹോദരിമാരും ഉള്ളിടത്ത് വെച്ച് പുരുഷന്മാർ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് പ്രശ്നമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്ര സത്യമാണ്. അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നാണ്. ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമ്മൾക്കുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ നമ്മളോട് പറഞ്ഞു, നാളെ പരലോകത്ത് പ്രവാചകനോട് സഹാബാക്കൾ ചോദിക്കാൻ, പ്രവാചകരെ സുഇല അൻ അക്തരി മാ യുദ്ഖിലുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ എത്തിപ്പെടാനുള്ള കാരണം എന്താണ്? മുസ്ലിമീങ്ങൾ നിസ്കാരക്കുറവാണോ, ആരാധനക്കുറവാണോ, പള്ളിയിട്ട് ബന്ധമില്ലാത്തതാണോ, അല്ല പടച്ചോനിൽ വിശ്വാസമില്ലാത്തതാണോ? പ്രവാചകന്റെ വാക്ക്, അവർ നരകത്തിൽ ഭൂരിപക്ഷം ആളുകൾ എത്താനുള്ള കാരണം 1 അൽ ഫമു, സംസാരത്തിൽ വരുന്ന അബദ്ധങ്ങളാണ്. 2 വൽ ഫർജു, ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയാണ്. സഹോദരിമാരും സഹോദരങ്ങളായി നമ്മളും ആലോചിക്കണം. ആരാധന ചെയ്യുന്നവരിൽ ലൈംഗിക വിശുദ്ധി കുറവുണ്ട് എന്നാ പ്രവാചകൻ പറഞ്ഞത്. പള്ളിയുമായി ബന്ധമുള്ളവരിൽ ഹറാമായ ബന്ധം നിലനിൽക്കുന്നു എന്നാണ് പ്രവാചകന്റെ താക്കീത്. ഹജ്ജും ഉംറയും ചെയ്ത് കഴിഞ്ഞിട്ടും ജീവിതത്തിൽ ഇതേ തോന്നിയാസം നിലനിർത്തി പോരുന്ന ആളുകളുണ്ട് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്. ഇതിന്റെ അനന്തരഫലം എന്താണ്? എത്ര കുടുംബങ്ങൾ വ്യഭിചാരത്തിന്റെ പേരിൽ, അവിഹിത ബന്ധത്തിന്റെ പേരിൽ അവർ ഇന്നും അടിയാണ്,
കച്ചറയാണ്, മധ്യസ്ഥ ശ്രമമാണ്, കോടതിയിലാണ്, പ്രതികാരമാണ്, കൊലപാതകം നടന്നിട്ടുണ്ട്. മഹല്ലുകൾ, നാട്ടുകൾ, പൗരസമിതികൾ, എത്ര കുടുംബങ്ങളിൽ ഇന്നും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആളുകൾ പറയാൻ മധ്യസ്ഥ ശ്രമം നടത്തുമ്പോൾ ആൾക്കാർ പറയാൻ, മൗലവി ബാക്കിയൊക്കെ ഓക്കെ, ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല, അതിന് മാത്രം വലിയ ബന്ധമല്ല, അതൊരു മധ്യസ്ഥ ശ്രമം നടത്താൻ മാത്രമല്ല, അതൊക്കെ ഒന്ന് പുറത്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. ചിലർ വന്നിട്ട് പറയാൻ, ഞാൻ എന്റെ ഭർത്താവിനോടും കുട്ടികളോടും അവർക്ക് പരിഗണന ഞാൻ കൊടുക്കായെന്നല്ല, പക്ഷെ ഇതിനിക്ക് ഇപ്പുറത്തൊരു ആശ്വാസം നിലയ്ക്ക് ഞാൻ കൊണ്ടെടുക്കാൻ, വേറെന്തും പറഞ്ഞോളിൻ, ഇതൊഴിവാക്കണമെന്ന് മാത്രം പറയരുത്. ഞാൻ 2 കുട്ടിയെ ഒഴിവാക്കണില്ലല്ലോ, ഓൾക്ക് ഞാൻ പ്രത്യേകിച്ച് ഒരു കുറവും വരുത്തുന്നില്ലല്ലോ, അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകിച്ച് ഒരു കുറവും വരുത്തുന്നില്ലല്ലോ, എന്നിട്ടെന്തേ ഇപ്പുറത്തൊരു സമാധാനം കിട്ടാൻ 1 മണിക്കൂർ വിളിക്കുമ്പോഴേക്കും അതൊരു ഭീകരമായ പ്രശ്നാക്കിങ്ങൾ മാറ്റിയാണോ എന്ന് വരെ ചോദിക്കുന്നതിലേക്ക് മുസ്ലിമീങ്ങൾ എത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ ഗ്രഹണ നമസ്കാരം നിർവഹിക്കാൻ, ആ ഗ്രഹണ നിസ്കാരത്തിനോടൊപ്പം ഖുത്ബയുണ്ട്, നമ്മൾക്കറിയാം. ആ ഖുത്ബയിൽ പ്രവാചകന്റെ ഖുത്ബ ഇങ്ങനെ അറബിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, യാ ഉമ്മത്ത് മുഹമ്മദ്, മുഹമ്മദിന്റെ അനുയായികളെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ നമ്മളെ വിളിക്കാൻ മുഹമ്മദ് നബിയുടെ അനുയായികളെ, വല്ലാഹി അല്ലാഹുവാണേ സത്യം, മാ മിൻ അഹദിൻ അഗ്യറു മിനല്ലാഹി അഗ്യറു മിനല്ലാഹ്, പടച്ചോന് ഏറ്റവും ലോകത്ത് കോപമുള്ള ശിർക്ക് കഴിഞ്ഞാലുള്ള ഒരു പാപത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഗ്രഹണ നിസ്കാരത്തിൽ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയിൽ പറയാൻ, ശിർക്ക് കഴിഞ്ഞാൽ പടച്ചോൻ ഏറ്റവും ദേഷ്യമുള്ള ഒരു തെറ്റിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അയ്യസിനി അബ്ദുഹു ഔ തസിനി അമതുഹു, ഒരടിമ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, അള്ളാന്റെ അടിമ പടച്ചവന്റെ വിധിവിലക്കുകൾ മറികടന്ന് വ്യഭിചാരത്തിലേക്ക് എത്തുക എന്നത് ശിർക്ക് കഴിഞ്ഞാൽ പടച്ചോൻ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. അതാണ് നമ്മുടെ നാട്ടിൽ വിഷയമില്ലാതെ മാറിക്കൊണ്ടിരിക്കണം. ഒരു കാര്യം നമ്മൾ അറിയണം, ആർക്കൊക്കെ വിവാഹത്തിന് പുറത്തൊരു ബന്ധമുണ്ടോ, അത് സോഷ്യൽ മീഡിയ ആകാം, ഫോൺ വിളിയാകാം, ശാരീരികമാകാം, എന്ത് ബന്ധമായിക്കോട്ടെ, ഖുർആനിന്റെ ആയത്ത് മുന്നിൽ വെച്ചിട്ട് പറയാൻ, ദുനിയാവുന്ന് അത് പൊളിയും, ദുനിയാവുന്നത് പൊളിയും. ഒന്നുകിൽ മരിക്കണിന് മുന്നേ 90% പൊളിയും, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം അത് ലോകത്തെ പടച്ചോൻ അറിയിക്കും. ഇത് ഖുർആനെ മുന്നിൽ നിർത്തി പറയാൻ കാരണം എന്താ അറിയോ? പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, അതുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല. ഇനി വ്യഭിചരിച്ചാൽ അള്ളാഹു ഒന്നാമത്തെ വാക്കെന്തറിയോ? യൽഖ അസാമ, പാപഫലം ദുനിയാവുന്ന് ഞാൻ ആദ്യമായിട്ട് അവന് കൊടുക്കും. പരലോക രണ്ടാമതാണ്. എനിക്ക് എന്റെ ഇണക്ക് പുറമെ മറ്റേതൊരു വിധത്തിൽ ഒരു അവിഹിത ബന്ധമുണ്ടെങ്കിൽ, ഞാൻ ഉണ്ട് എന്നല്ല, എന്തെങ്കിലും യുവാക്കളെ, ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, ഉദ്യോഗസ്ഥന്മാരെ, ഏതൊരാളേക്കോട്ടെ, അവിഹിതമായി പടച്ചോൻ പറഞ്ഞതിനപ്പുറം ഒരു ബന്ധമുണ്ടെങ്കിൽ ഉറപ്പാണ് ഖുർആൻ പറഞ്ഞ 4 കാര്യത്തിൽ ഒന്നെങ്കിലും ജീവിതത്തിൽ സംഭവിക്കും. ഈ ദുനിയാവിൽ മരിക്കുന്ന മുന്നേ സംഭവിക്കും. ഒന്നെന്താ രസങ്ങളെ? ഒന്നാമത്തെ കാര്യം, അവനവന്റെ ദുനിയാവിലെ ജീവിതം ഇന്ന് വരെ അനുഭവിക്കാത്ത കാലുഷ്യത, പ്രയാസം, ടെൻഷൻ, ജീവിതം മടുക്കുന്ന ഒരവസ്ഥയ്ക്കാണ് വരും. അതെന്താണ്? പടച്ചോതെങ്ങനെ പുറത്തു കാണിക്കും, ഉറപ്പാണ്, ഒരു സംശയമല്ല. എന്ത് ലോക്കിട്ടിട്ടും, ഏതൊക്കെ ചങ്ങായിമാരെ കൊണ്ടിട്ടും, ഏത് നാട്ടിൽ പോയി ചെയ്താലും, എന്തൊക്കെ ഡിലീറ്റ് ചെയ്താലും പടച്ചോൻ ഇത് പുറത്തുകൊണ്ടിരിക്കും, ഉറപ്പാണ്. അങ്ങനെ കൊണ്ടുവന്നാൽ ദാമ്പത്യത്തിന്റെ ബേസ് എന്താണ്? ദാമ്പത്യത്തിന്റെ ബേസ് എന്താ? പൈസ അല്ല, പൈസ ഉണ്ടാകണമെന്നുള്ളൂ, പൈസ വേണം. ബേസ് എന്താ? വിശ്വാസ്യതയാണ്. അവിഹിതത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ഇണ അറിയുന്നതോടുകൂടി പൈസ കുറയില്ല, വീട് പൊളിയൂല, ഡ്രസ്സ് കത്തൂല, ഭക്ഷണം കുറയില്ല, വിശ്വാസ്യത പോകും. വിശ്വാസ്യത പോയാൽ പിന്നെ ആ വീട് തീയിട്ട് കത്തിക്കാണ് നല്ലത്. കാരണം പിന്നീട് ഒരു ദാമ്പത്യത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധിയും വരും. എല്ലാം നമ്മൾ യാത്ര പോയാൽ ആ സംശയം പിന്നാലെ വരും. നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോയാൽ സംശയമുണ്ടാകും. സംശയത്തെ കുറ്റം പറയരുത്, നമ്മുടെ ചെയ്തികേട് കൊണ്ട് സംഭവിച്ചതാണ്. നമ്മൾ സംസാരിക്കുന്നത്, യാത്ര പോകുന്നത്, കൂട്ടുകാരെ കാണുന്നത്,
ജീവിതത്തിൽ തൊഴിലിടങ്ങളിൽ പോലും ഇടക്കിടക്ക് വന്ന് അന്വേഷിക്കുന്ന അവസ്ഥയുണ്ടാകും. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ അവർക്ക് പറയാണ്ടാകും, നോക്കിൻ ഇതിനേക്കാളും ദീനിയായിട്ടും വല്യർത്താനം പറഞ്ഞിട്ടും നിങ്ങളെ കുടുംബത്തിന്റെ മേന്മ പറഞ്ഞിട്ടും ഇന്റെ മുന്നിൽ 10-20 കൊല്ലം ജീവിച്ചതാണ് നിങ്ങൾ. 3 കുട്ടികളുണ്ടായിട്ടാണ് ഈ തോന്നിയാസ്തിക്ക് പോയത്. അങ്ങാടിയിൽ പറയിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുതിട്ടോ എന്നൊരു സ്ത്രീയോടോ പുരുഷനോടോ ഭർത്താവായ ഭാര്യയായ നമ്മോട് പറഞ്ഞാൽ ജീവിതം കഴിഞ്ഞു. ഇതാണ് ഒന്ന് സംഭവിക്കുക. ജീവിതത്തിന്റെ വിശ്വാസത്തിന് പോകും. എത്ര കുടുംബമുണ്ട് 10 കൊല്ലായിട്ട് ഒരു തവണ പോലും ശാരീരിക ബന്ധം പോലും നടക്കാതെ ആളുകൾക്കിടയിൽ മാനം കെടാതിരിക്കാൻ വേണ്ടി 2 റൂമുകളിൽ 2 കട്ടിലുകളായി ജീവിക്കുന്നവർ, ഒരു റൂമിൽ മക്കളെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ 2 സൈഡുകളിൽ 2 കട്ടിലുമായിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. എന്തേ കാരണം? ഒരാളുടെ ജീവിതത്തിൽ തോന്നിയാസം വന്നതാണ്. ആ വന്നതിനെ മനസ്സിൽ നിന്നിട്ട് പറിച്ചു കളയാൻ കഴിയാത്തൊരവസ്ഥ. ചില ആളുകൾ എന്തേ രസങ്ങളെ ആ സന്ദർഭത്തെ, തന്റെ ഇണയിൽ നിന്ന് വന്ന ഈ തോന്നിയാസത്തെ മുതലെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്. എത്ര ആളുകൾ പറയും ഇക്കാക്ക തോന്നിയ പോലെ ഇപ്പോൾ തോന്നിയാസത്തിലാണ്, എന്റെ ഭാഗത്താണ് തെറ്റ്, ഞാൻ ഫോൺ വഴി ഒരു ബന്ധമുണ്ടായി, അത് പിടിക്കപ്പെട്ടു, ഞാൻ അങ്ങോട്ട് യാചിച്ചു, തിരിച്ചെടുത്തു, പക്ഷെ കാക്ക പറഞ്ഞ ഒന്നാമത്തെ വാക്ക് ഇനി എന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ്. തോന്നിയതുപോലെ ജീവിക്കും. സഹോദരങ്ങളെ, കാലെടുത്ത് വെക്കണീന്റെ മുന്ന്, ഒരു ഹായ് അങ്ങോട്ട് വിടുന്നതിന്റെ മുമ്പ്, ഒരു ദുർബല നിമിഷത്തിൽ ഒരാളോട് ചാറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ അതുണ്ടെങ്കിൽ ഒഴിവാക്കുക. പടച്ചോനത് പുറത്ത് ചാടിച്ചില്ല, ഉറപ്പാണ്, ആയത്താണ്, പുറത്തു കൊണ്ടുവരല്ല. വിശ്വാസ്യത പോയാൽ പിന്നെ ജീവിക്കില്ല, അർത്ഥമില്ലാതെയാകും. ഒന്നതാണ്. രണ്ടെന്താ രസങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അവിഹിത ബന്ധം ഉണ്ടായാൽ, ഇത് ഖുർആൻ ബേസ് പറയുന്നതുകൊണ്ട് ശരിക്കും മനസ്സിലുണ്ടാണ് കേട്ടോ. അവിഹിത ബന്ധം ഉണ്ടായാൽ നമ്മളല്ലാതെയായിത്തീരും. നമ്മൾ ഈ പത്രത്തിലൊക്കെ നോക്കിയിട്ടേ, കുട്ടി ബാപ്പ മകനെ കൊന്നു, മകൻ ഉപ്പയെ കൊന്നു, ഉറ്റമിത്രങ്ങൾ പരസ്പരം അടിപിടി, ഇങ്ങനെയൊക്കെ വായിക്കുമ്പോ നമ്മള് പടച്ചോൻ എങ്ങനെയൊക്കെ ഇങ്ങനെ മനുഷ്യന്മാര് ചെയ്യാൻ തോന്നൂലേ? അതേ സാധനം ജീവിതത്തിൽ വരും. നമ്മളല്ലാതെയായി മാറും. ഇവിടേക്കാണ് ഓരോ പാരടും മാണിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അള്ളി റസൂലും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാരാ? വാപ്പാരാരാ? നമ്മളെ വാപ്പിയും നമ്മുടെ ഇണയും മക്കളും. ഇതല്ലേ? ഇത് കഴിഞ്ഞാലേ ബാക്കി ലോകത്താരുള്ളൂ. ഭാര്യമാരെ നിങ്ങൾക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടാരെ? അള്ളി റസൂലും കഴിഞ്ഞാൽ നിങ്ങളെ ഇണയെ, ബാപ്പാനെമ്മാനെ, ഇണയെ, മക്കളെ. ഉറപ്പല്ലേ? ഇപ്പൊ നമ്മളെ ഭാര്യയെയും കുട്ടിയെയും ഒരാൾ അടിക്കാൻ വേണ്ടി വന്നു, ഭർത്താക്കന്മാർ നമ്മളെന്താ ചെയ്യുക? മുന്നണി നിൽക്കും, എന്നിട്ട് തല്ലരുതെന്ന് പറയും. അവൻ ഓരോ അടിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ശരീരം കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഭാര്യക്ക് കിട്ടേണ്ട അടി, മക്കൾക്ക് കിട്ടേണ്ട അടി നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് ഏറ്റെടുക്കും. എത്ര വേദനിച്ചാലും ഭാര്യനും മക്കളെ ഒരു മനുഷ്യന് മുന്നിൽ ഇട്ടെടുക്കൂല. അതിന്റെ പേരിൽ ആശുപത്രി പോകേണ്ടി വന്നാലും അത് നമുക്ക് ഇഷ്ടമാണ്. അള്ളാഹ് ഇഷ്ടമാണ്. മബദ്ദത്തു റഹ്മത്താണ്. നമ്മുടെ ഉമ്മാരും ഉമ്മയും ഭർത്താവും മക്കളും കൂടി പോവുകയാണ്. ആരെങ്കിലും ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഭാര്യന്റെ ഉമ്മാന്റെ കഴുത്തിന് നേരെ കത്തിവെച്ചാൽ എന്തമ്മ പറയാ? മക്കളെ നേരെ കഴുത്തിന് കത്തിവെച്ചാൽ എന്താ പറയാ? എന്റെ കുട്ടിനെ വിടീൻ, ഇന്നെ കൊന്നോളി, മക്കളെ ജീവിക്കാൻ വിട്ടോളി എന്ന് പറയും. പറയില്ല സോങ്ങളെ? അത്ര ഇഷ്ടമാണ് കുടുംബത്തോട്. ഈ ഇഷ്ടമുണ്ടല്ലോ, ഈ ഇഷ്ടം മരിക്കും വരെ നിലനിൽക്കും. എന്നാൽ അത് നിൽക്കും എപ്പെന്നറിയോ? ഇതിനിടയിൽ ഒരു അവിഹിതം ബന്ധം നിൽക്കും. അതൊരു മാസത്തെ ബന്ധാണെങ്കിലും, ഫോൺ വഴി ബന്ധാണെങ്കിലും, വീഡിയോ കോൾ വഴി ബന്ധാണെങ്കിലും, ശാരീരിക ബന്ധാണെങ്കിലും, ഇതിനിടയിൽ ഒരു അവിഹിതം വന്നാൽ പിന്നൊരൊറ്റ ലക്ഷ്യ ശൈത്താൻ ഉണ്ടാക്കുള്ളൂ. ശൈത്താൻ ഉണ്ടാക്കുക എന്നുള്ള ഖുർആന്റെ ആയത്താണ്. ഇന്നമായ ഉമുറുക്കും, ശൈത്താൻ ഉപദേശിച്ചു കൊണ്ടിരിക്കും. ബിസ്സൂഇ വൽ ഫഹ്ശ, തോന്നിയാസം ചെയ്തടാ എന്ന് ശൈത്താൻ പറഞ്ഞുതരും. അപ്പൊ എന്താവുന്ന രസങ്ങളെ? പരസ്പരം ഒന്നിക്കുകയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കും. ഒന്നിക്കുന്നതിന് 2 കൂട്ടർക്കും സമ്മതം. തടസ്സാര? തടസ്സം കല്യാണം, തടസ്സം ഭർത്താവ്, തടസ്സം ഭാര്യ, തടസ്സം മക്കൾ. അതുകൊണ്ടാണ് 20 കൊല്ലം ദാമ്പത്യ ജീവിതം നയിച്ച ഭാര്യ ഗൾഫിൽ നിന്ന് തന്റെ വാട്സപ്പുമായി ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട ആളും ഗൾഫിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഭർത്താവിനെയും കുട്ടിയെയും കിടക്കുന്നതിനിടയിൽ കഴുത്തറുത്തു കൊന്നത്. ഒരു തവണ ബുദ്ധി
ബുദ്ധിപരമായിട്ട് ആലോചിക്കാൻ കഴിയില്ലേ? ഞാൻ കഴുത്തറുത്ത് കൊന്നാൽ അതിന്റെ പേരിൽ പോലീസ് വന്നാൽ ഞാൻ പിടിക്കപ്പെടുവോ? അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ശൈത്വാൻ ഇടപെടും. ഭർത്താവിനെയും 2 മക്കളെയും കയ്യ് വറക്കാതെ ഒരു ഉമ്മാക്ക് കഴുത്തറുക്കാൻ കഴിഞ്ഞിക്കണമെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടല്ല കൂട്ടരെ, ഉമ്മാരെ ലഹരി ഉപയോഗിച്ചിട്ടല്ല, ലഹരിയെക്കാളും വലിയ ഡോസാണ് ശരീരത്തിൽ അവിഹിതം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് സ്വന്തം ബാപ്പാനിമ്മാനും ഉറക്കുഗുളിക കൊടുക്കുകയും ഭാര്യനും കുട്ടിയാളിയും പട്ടിക കൊണ്ട് തലക്കടിച്ച് കൊന്ന് മറ്റൊരു സ്ത്രീയുടെ കൂടെ ഇറങ്ങിപ്പോകാൻ 2 മക്കളുള്ള ബാപ്പാനെ കൊണ്ട് കഴിഞ്ഞ ഒരു മാസം മുന്നേ നമ്മൾ വായിച്ചത്. എന്തേ കാര്യം അറിയോ? കൊല്ലും. രക്ഷിതാക്കളെ നമ്മളല്ലാതെയാകും. വിഷം കൊടുക്കും, കഴുത്ത് ഞെരിക്കും, ഗ്യാസ് പൊട്ടിത്തെറിപ്പിക്കും, വീട് തീയിട്ട് ചുടും. താൽക്കാലികമായി ശൈത്താൻ സന്തോഷമാണ് എന്ന് പറഞ്ഞുതരും, നമ്മൾ കൂടും. ഇതൊക്കെ പറയുമ്പോ നമ്മളെ മനസ്സിലെന്താണ്ടാകരോ? ഞങ്ങളിങ്ങനെ ഹായ് അയക്കിനോടത്ത് എങ്ങനെ ഇതൊക്കെ മൗലവി ഉണ്ടാകാം? ആരും കൂട്ടരെ ഇന്റെ പെണ്ണുങ്ങളെ കൊല്ലണം, ഇന്റെ ബാപ്പാൻ അടിക്കണം, ഇന്റെ മക്കളെ മുക്കിക്കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ദാമ്പത്യത്തിലേക്ക് അവിഹിതങ്ങളിലേക്ക് പ്രവേശിക്കണമല്ല. ഇതൊക്കെ കുറച്ചു കാലത്തേക്ക് ഉണ്ടാകുള്ളൂ. അത് കഴിഞ്ഞാൽ നിർത്തും. ഇത് വലിയ വിഷയാക്കേണ്ടതില്ല. ഇതൊക്കെ ഒരു കല്യാണം ആകണത് വരെ ഉണ്ടാവുള്ളൂ, അടുത്ത കുട്ടി ആകണത് വരെ ഉണ്ടാകണുള്ളൂ, ഇപ്പത്തെ ഈ സ്ഥലത്ത് ജോലി സ്ഥലത്ത് ആകണത് വരെ ഉണ്ടാകുള്ളൂ. പോകാനൊരു ഉന്മേഷം വേണ്ടേ, പൈസ ചെലവഴിക്കാൻ എന്തെങ്കിലും മാർഗം വേണ്ടേ എന്നിങ്ങനെ ശൈത്താൻ തോന്നിപ്പിക്കും. പക്ഷെ എൻഡിങ് ഉണ്ടാവും അറിയോ? എൻഡിങ് ഈ പറഞ്ഞതിലേക്ക് എത്തും. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞു വലാ തഖ്റബു സിന, വ്യഭിചാരത്തിന്റെ ഏരിയയിലേക്ക് പോകരുത്, വ്യഭിചാരത്തിന്റെ ഏരിയയിലേക്ക് പോകരുത്. നമ്മളല്ലാതാക്കി മാറ്റും ശൈത്വാൻ. നമ്മളെ ശൈത്വാനിയത്ത് പ്രവർത്തിപ്പിക്കും. എന്നിട്ട് ഖുർആന്റെ വാക്കെന്താണ്? ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. അത് നിങ്ങളെ എത്തിക്കും, തോന്നിയാസത്തും വൃത്തിയെടുക്കും. മൂന്നാമത്തെ എന്താ അറിയോ? കുടുംബം തകർന്ന് തരിപ്പണമാകണത് കണ്ടിട്ട് ഈ ദുനിയാവുന്ന പോകേണ്ടി വരും. ഞാൻ ഇന്നും ആലോചിക്കുന്നുണ്ട്. ഒരു സഹോദരൻ മറ്റൊരു സ്ത്രീയുമായിട്ട് വാട്സപ്പ് വഴി എന്തോ ബന്ധാണ്. ഭാര്യ അയാളോട് കെഞ്ചി ഇക്കാക്ക നിർത്തി, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാചകം മധ്യസ്ഥ ശ്രമത്ത് പോലും എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നും ഒരു ബന്ധമല്ല, എപ്പോഴെങ്കിലും യാത്ര പോകുമ്പോൾ ഇങ്ങനെ വിളിക്കും, അതിന് ഇവളിങ്ങനെ ഒച്ചമുള്ളി ഉണ്ടാക്കണോ? ഒരു നോർമലായിട്ട്. അത് ശൈത്താൻ തോന്നിപ്പിക്കുന്നതാണ്. ശൈത്താൻ തോന്നിപ്പിക്കുന്ന അവനവന്റെ സ്വന്തം മകളോട് മരുമകനത് ചെയ്താൽ ഉൾക്കൊള്ളൂലല്ലോ, അവനാന്റെ മകളോട് മരുവനത് ചെയ്താൽ ഉൾക്കൊള്ളൂലല്ലോ. സഹോദരങ്ങളെ, അദ്ദേഹം അങ്ങനെ ചെയ്തു. ഈ ഭാര്യ കെഞ്ചി പറഞ്ഞു, അദ്ദേഹം ഒഴിവാക്കിയില്ല, ചെയ്യാൻ പാടില്ല. പക്ഷെ അവൾ സുബഹി നിസ്കാരത്തിന് ശേഷം തൂങ്ങിയാണ് മരിച്ചു. പള്ളിയിലേക്ക് ഓടി വരുന്ന അദ്ദേഹത്തെ ഇന്നും കണ്ണിന്റെ മുന്നിൽ നിന്ന് കാണാൻ കഴിയാത്ത വിധമാണ്. ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്താ സംഭവം ഉണ്ടായതറിയോ? ഉമ്മാനെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ 10ാം ക്ലാസ് പഠിക്കണ മകൻ, 8ാം ക്ലാസ് പഠിക്കണ മകൾ, ജോലി ചെയ്യുന്ന 3 മക്കളും പേരന്റെ മുന്നിൽ നിന്നിട്ട് വാപ്പാണ് പറഞ്ഞു, ഉമ്മാനെ കൊന്നത് നിങ്ങളാണ്, ഈ പെരീക്ക് കയറണ്ടട്ടോ, ഇങ്ങളിഞ്ഞി പെരീക്ക് കയറുകയാണെങ്കിൽ 3 മക്കൾ ഇങ്ങക്ക് ഇല്ലട്ടോ. ഇനി എന്തിനാ ജീവിക്കണ്? ജീവിക്കണിന്റെ അർത്ഥം എന്താണ്? ആരും ആവർത്തിച്ചു പറയാൻ, ആരും ഇതൊന്നും ഉണ്ടാകും എന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഒന്നുണ്ട്, അള്ള വരച്ച നിയമത്തിനപ്പുറത്ത് പോയാൽ അതിന്റെ ദുരന്തം ദുനിയാവെന്ന് 1ാം ഘട്ടുണ്ടാകുന്ന അള്ള പറഞ്ഞതാണ്. അത് അനുഭവിക്കേണ്ടി വരും. ഉമ്മയിൽ നിന്നൊരു തോന്നിവാസത്തിന് പിടിക്കപ്പെട്ടു, മധ്യസ്ഥ ശ്രമം നടത്തുക വഴി വീണ്ടും ദാമ്പത്യം പഴയതുപോലെയാക്കി. മക്കൾ എന്തെയ്തറിയോ? ബാപ്പിമ്മി ഒന്നിച്ചു, മക്കള് വീട്ടിക്ക് വരാതെയായി, ഹോസ്റ്റലിൽ ഉമ്മ ഫോൺ വിളിക്കും, എടുക്കൂല. മക്കള് വരും, നാട്ടിക്ക് വരും, എളാപ്പാനോട് നിൽക്കും, മൂത്താപ്പാനോട് നിൽക്കും, ബാപ്പാനെ കണ്ടുപോകും, ഉമ്മാനെ അടുപ്പിക്കൂല. ഉമ്മ കെഞ്ചിയിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ തെറ്റ് തിരുത്തിയിട്ടുണ്ട്, മാറുണ്ട്. ഉമ്മ അങ്ങാടിയിൽ ഒരാഴ്ച ഈ അങ്ങാടി കൂടെ ഞങ്ങൾ നടന്നത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, കടിയില്ല. നമ്മുടെ ജീവിതം കൈവിട്ടു പോകും. അറിയോ? ബാപ്പാനോട് പറയാൻ, നമ്മുടെ ഒരു തെറ്റുണ്ട്, നമ്മുടെ കുട്ടിക്ക് ചില വിവാഹങ്ങൾ മുടങ്ങും. ശരിക്ക് കരുതണം കേട്ടോ. നമ്മുടെ കുട്ടിക്ക്, ആൺകുട്ടി പഠിച്ചു വൃത്തിയായ ഒരു ജോലിക്ക് പോകുമ്പം അവിടുന്ന്
മിനിയാന്ന കേസിന് പിടിച്ച ബാപ്പാന്റെ മോനാണോ? ക്വാളിഫൈ ഒക്കെ ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് വേണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. മക്കളും മരിക്കും വരെ ബാപ്പാനിമാനി ശപിച്ചോണ്ടിരിക്കും. അവർ ചെയ്യാത്ത കുറ്റത്തിന്, നമ്മൾ ചെയ്ത തോന്നിവാസത്തിന് അവർ അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം എന്താ അറിയോ? ഒന്നുകിൽ ആവർത്തിക്കുന്നു, ഒന്നുകിൽ നമ്മൾ മരിക്കുകയോ അല്ലെങ്കിൽ കൊലപാതകം നടത്തുകയോ ചെയ്യേണ്ടി വരും. പലതിലും മനസ്സിലായിട്ടുണ്ടോ എനിക്കറിയില്ല. നമ്മുടെ ഒരു തോന്നിയാസബന്ധം ഇങ്ങനെ പുലർത്താൻ മനസ്സിൽ കൊണ്ടുവരട്ടോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ ശ്രദ്ധിക്കാൻ വരാൻ ഒരു അവിഹിത ബന്ധമുണ്ട്, പൊട്ടൂല, അറിയില്ല, അഡ്ജസ്റ്റ് ചെയ്യുക, അതൊക്കെ ഓളെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കുക, അതൊക്കെ മൂപ്പരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ച് നമ്മളൊരു അവിഹിത ബന്ധം ഇങ്ങനെ കൊണ്ടുവരാൻ. രാത്രി ഒരു 9 മണിക്ക് 10 മണിക്ക് ഫോൺ വഴി നമ്മുടെ ഭാര്യ അറിഞ്ഞു, ഭർത്താവ് അറിഞ്ഞു, ഒച്ചുണ്ടാക്കി, ഭാര്യ ഒച്ചുണ്ടാക്കി, അലമുറയിട്ടു. നമ്മൾ പറഞ്ഞ കരയല്ലേ, പ്രശ്നം ഉണ്ടാക്കല്ലേ, പരിഹരിക്ക. പെട്ടിയും ബാഗൊക്കെ പാക്ക് ചെയ്തു. അവള് പറയാൻ നമ്മളോട്, നാളെ സുബഹിസ്കാരം കഴിഞ്ഞാൽ ഞാൻ വാപ്പാണ്ട് വരാൻ പറഞ്ഞിക്കണ്, ഞാൻ പോകാനിട്ടോ, ഇനി ഞാൻ വരൂലട്ടോ. ഞാൻ ശരിക്ക് മനസ്സിൽ നിന്ന് പറയാൻ, രാത്രി 10 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണിയോ 6 മണി വരെ നമ്മൾ ഉറങ്ങൂല. ആ ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? പടച്ചോനെ, നാളെ 6 മണിയാകുമ്പോഴേക്കും എന്റെ ഭാര്യ വീട്ടിക്ക് പോവും, അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറക്കും, അങ്ങാടി അറിയും, കുടുംബം അറിയും, നാടറിയും, മഹല്ലറിയും. ഞാൻ ഇതുവരെ കാത്തു സൂക്ഷിച്ച മുഴുവൻ അഭിമാനവും എന്റെ ദീനും എന്റെ അന്തസ്സും ഇല്ലാതെ ആകാൻ. എന്താ ചെയ്യ? എന്താ സാധാരണക്കാരന്റെ മനസ്സിൽ ശൈത്താൻ ഉണ്ടാക്കി കൊടുക്കാറിയോ? 2 ചിന്ത. ഒന്നുകിൽ അവളെയും കുട്ടിയാളെയും കൊന്നോ, എന്നാ പുറം ലോകം അറിയില്ല, അതാ ശൈത്താൻ തോന്നിപ്പിക്കുക. അല്ലെങ്കിൽ അവനാ കെട്ടിത്തൂങ്ങി മരിച്ചോ, എന്നാലും നാട്ടുകാരറിയില്ല. 2 മരണം ഉറപ്പാണ്. ഞാൻ ആവർത്തിക്കുന്നത്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ ചെയ്യരുത്, ആ ഏരിക്ക് പോകരുത്. ശൈത്താന് പണി എന്താ അറിയോ? നമ്മളതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കുക, എന്നിട്ട് രസം കൊള്ളിപ്പിക്കുക, എന്നിട്ട് അവസാനം നമ്മളെ കുടുംബം ഇങ്ങനെ തെറ്റി അങ്ങാടിയിൽ ഉടുതുണിയില്ലാതെ നമ്മളിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ശൈത്താൻ ദുനിയാവെന്നും അതുവഴി നരകത്തിലേക്ക് എത്തുക വഴി പരലോകത്തും നമ്മളെ കണ്ട് ഊറിച്ചിരിക്കുക. ആ ഒരു അവസ്ഥ ഉണ്ടാകരുത്. പരിശുദ്ധ ഖുർആന്റെ വാക്ക് വീണ്ടും പറയാൻ, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അവരുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ്. സഹോദരങ്ങളെ, വിശദമായി ഓരോ ഭാഗങ്ങളും പറയാനുള്ള ഒരു കാര്യമായതുകൊണ്ട് 1-2 ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഏരിയ അപകടമാണ് എന്ന് ഖുർആൻ പറഞ്ഞാൽ അത് അപകടമാണ്. വക്കത്ത് കൂടെ പോലും പോകാൻ പാടില്ല. അതുകൊണ്ടാണ് പല നിയമവും നമ്മളെ കുട്ടികളെ കഴിക്കണം. എന്തേ അത് പാടില്ല, ഇത് പാടില്ല. അവർ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ പാടില്ലാത്തത്. കാരണം ഭൂരിപക്ഷവും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഏരിയ അള്ളാഹു അടച്ചു വെച്ചേക്കാണ്. അത് തുറക്കുന്ന ഏർപ്പാടുകളിലേക്ക് ദയവേത് ഞാൻ മുതിർന്നവരോടാ പറയണത്, പോകരുത്. നമ്മുടെ നാട്ടിലെ ഈ പറയണതൊന്നും തെറ്റല്ല, ഈ പറയുന്നത് തെറ്റല്ല, പക്ഷേ സൂക്ഷിക്കേണ്ട കാര്യം പറഞ്ഞു. നമ്മുടെ നാട്ടില് 97 ബാച്ച് 88 ബാച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിൽ സംഭവിക്കണം എന്താ വെച്ചാൽ, ഗെറ്റ് ടുഗദറൊക്കെ ഇങ്ങനെ വന്ന് പിന്നെ ഓലൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, പിന്നെ ഓല അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിയായി. ഇതിലൊന്നും തെറ്റുണ്ടാവില്ല കേട്ടോ. ആ ഗെറ്റ് ടുഗദറിന്റെ അന്ന് ഏതെങ്കിലും ഒരാള് തുടങ്ങിയിട്ടുണ്ടാവും. പണ്ട് ബെന് ബളോട് പറഞ്ഞിട്ട് തുടങ്ങും തോന്നിയാസം. അതിങ്ങനെ ഓരോരുത്തർ കോമഡിയായി, പിന്നെ അവനാന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ഏതെങ്കിലും ആളോട് ചാറ്റ് ചെയ്യലായി, അവനാണ്ടാക്കുന്ന ഫുഡ് വാട്സപ്പ് കൂടെ അയച്ചു കൊടുക്കലായി, പിന്നെ അവരൊരു കൂട്ടായ്മയായി, പിന്നെ അവരൊരു ഊട്ടിക്കായി, അവരൊരു മൈസൂർക്കായി. ഇന്നവരെ അവനാന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കൊണ്ട് അവര് പറയാതെ പോകാത്തവനായിരിക്കും. ഇവിടെ ടൂറിന്റെ കൺവീനർ വൈകാരം അവനാന്റെ കുട്ടികളോ മക്കളോ നമുക്ക് കൊടൈക്കനാല് പോകല്ലേ, എനിക്കുണ്ട് മുണ്ടിയ കൊടൈക്കനാല്. അയാളുടെ ഇപ്പുറത്ത് ഒരു ടൂറ് കഴിഞ്ഞ് വന്ന് അടുത്തിന് നമുക്ക് അടുത്ത ടൂർ വന്നിട്ടുണ്ടാവുള്ളൂ. അടുത്ത് നമുക്ക് മൈസൂർ ആക്കിയാലോ, മൂന്നാർ ആക്കിയാലോ. ഈ തോന്നിയാസം എവിടേക്ക് എത്തിയെന്ന് എല്ലാവർക്കും അറിയാം. ഈ തോന്നിയാസം എവിടേക്ക് എത്താൻ ഇതിന്റെ അർത്ഥം ആവർത്തിക്കുന്നു,
തെറ്റാണ് എന്നല്ല, സൂക്ഷിക്കേണ്ട മേഖലയാണ്. ഹറാമ് വന്നു കഴിഞ്ഞാൽ രണ്ട് കുടുംബം ഒന്നിച്ചില്ലാതെയാകും, അവനാന്റെ പരലോകവും പോകും. വിശാലമായി പിന്നീട് പറയാം. രണ്ട്, ഈ പുതിയ കാലത്തെ ഈ റീൽസുകളും ഇൻസ്റ്റഗ്രാമിന്റെയും വീഡിയോയുടെയും കാലഘട്ടത്ത് ഒരു ഭാഗത്താണും ഒരു ഭാഗത്ത് പെണ്ണുന്നാണ്ട് ഓരോ വീഡിയോ എടുത്ത് ലാസ്റ്റ് രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്തിട്ടൊക്കെ ഓരോ സാധനങ്ങൾ ചെയ്യണതാണ്. നമ്മളെ പുതിയ സോഷ്യൽ മീഡിയയുടെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഭർത്താക്കന്മാരോട് പറയും, നിങ്ങളുടെ ഭാര്യമാരുടെ കഴിവിനെ നിങ്ങൾ ഉദ്ദീപിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ശരിയാണ്, ഒരു സംശയമല്ല, രണ്ടു കൂട്ടരും അങ്ങനെ തന്നെ വേണം. പക്ഷെ അതിന് അള്ള വെച്ചൊരു മാനദണ്ഡമുണ്ട്. ഞാൻ എന്റെ ഭാര്യയുടെ ഭർത്താവിന്റെ ഇതുപോലുള്ള സംഗതികൾ അങ്ങാടിയിൽ ഇങ്ങനെ ഇട്ടിങ്ങനെ പബ്ലിഷാക്കി വേറെ എവിടെയുള്ള ഒരാണും ഇവിടെ ഉള്ളൊരു പെണ്ണും ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്ത് ലാസ്റ്റ് വീഡിയോ ചെയ്യാനും വീഡിയോ കണ്ടന്റ് തിരയാനും അവർക്ക് പരസ്പരം പാട്ട് പങ്കെടുക്കാനും അതിൽ ഏതൊക്കെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതിനും അതിനുവേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിൽ ചാറ്റിംഗ് വന്ന് അവസാനം ഇവർ തമ്മിൽ തോന്നിയാസത്തേക്ക് വരുമ്പോഴാണ് വീട്ടിലുണ്ടാകുക. വരും മൗലവി പണ്ടത്തെ പോലൊന്നുമില്ല, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ധൃതി പിടിച്ചുണ്ടാക്കുകയാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടാൻ തുടങ്ങാൻ, അതിന്റെ തുടക്കാണ്. സഹോദരങ്ങളെ, അള്ളാഹ് വെച്ച അതിർവരമ്പുണ്ട്. ഖുർആന്റെ ആയത്ത് വരട്ടോ, തിൽക ഹുദൂദല്ലാഹ്, ഹുദൂദുല്ലാഹ്. അള്ളാഹ് ചില അതിർവരമ്പ് ഇങ്ങനെ വെച്ചിക്കണ്. ഫലാ തഅതദൗഹ, നിങ്ങൾ ആ അതിർവരമ്പ് കടക്കരുത്, ആണും പെണ്ണും ഒറ്റക്കാകരുത്. അത് അള്ളാഹ് വെച്ചതാണ്, പരമാവധി ശ്രദ്ധിക്കണം. അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം ശരീരം തുടരുന്ന അവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒറ്റക്കായി യാത്ര പോകുന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയാസം വരുന്നതും ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള പറഞ്ഞാൽ ആ അതിർവരമ്പ് നിങ്ങൾ മറികടക്കരുത്. വമൻ യതഅദ്ദാ ഹുദൂദുല്ലാഹ്, ആരെങ്കിലും അതിർവരമ്പ് അല്ല പറഞ്ഞ വീഡിയോ അല്ലേ, അതിലിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോ എന്താ പെരീത്ത അടുക്കളീത്തെ കുറെ വീഡിയോ എടുത്താണ്ട് സഹോദരങ്ങളെ ഞങ്ങൾ ഇന്ന് വീട്ടിലുണ്ടാക്കുന്നിട്ട് കള്ളിത്തുണി എടുത്തിക്കണ വാപ്പാന്റെ വീഡിയോ എടുത്താണ്ട് അങ്ങാടി കൂടെ ഇടുക, അവറത്ത് മറക്കാത്ത അമ്മാന്റെ വീഡിയോ എടുത്താണ്ട് കുട്ടികളെ പുറത്ത് കൂടെ ഇടുക, കൈ പോലും കഴുത്ത് പോലും ശരീരം മുഴുവൻ കാണിക്കുന്ന മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ എടുത്താണ്ട് പുറത്തേക്ക് ഇടുക, എന്നിട്ട് അതിന്റെ താഴത്ത് കുറെ ആൾക്കാർ കമന്റ് ചെയ്ത, എന്നിട്ട് ഇതിന്റെ വരുമാനം കൊണ്ട് വീട്ടിൽ ജീവിക്കുക. സോ എന്തൊരു സങ്കടകരമാണ് ഇത്. നമ്മുടെ മഹലിലൊക്കെ ഉണ്ടാകാൻ എന്തൊരു സങ്കടമാണ്. എന്നിട്ട് ഇതിന് പ്രശ്നമില്ലല്ലോ, അള്ളാന്റെ വാക്ക്. അതാരെങ്കിലും മറികടന്നാൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവനാണ് അക്രമി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ആ വീട് പടച്ചോൻ ഒഴിവാക്കും. ഇത് ദുനിയാവെന്നാണ്. പരലോകത്ത് നിന്ന് പ്രവാചകൻ പറഞ്ഞ ഒരൊറ്റ വാചനം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്നത്തിലൂടെയാണ് വ്യഭിചാരത്തിന്റെ ഒരു ശിക്ഷ അള്ളാഹു വഹിയാക്കി കൊടുത്ത്. പ്രവാചകൻ പറയാൻ, എന്നെ രണ്ട് ആളുകൾ വന്ന്, മലക്കുകളാകാം, പ്രവാചകൻ പറയാൻ, രണ്ടാളുകൾ വന്ന് ഇങ്ങനെ കൊണ്ടുപോയി കുന്നിന്റെ മുകളിലേക്ക്. അവിടെ ഞാൻ രണ്ട് വ്യക്തികളെ കണ്ടു. അവിടെ പ്രത്യേകത, അശദ്ദ ശൈഅൻ ഇന്തിഫാഹൻ, അവർ ശരീരം നന്നായി തടിച്ച ആളുകളായിരുന്നു. വഅൻതനഹു റീഹൻ, അവരുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം കണ്ട് പുറത്തേക്ക് വമിക്കുക. കിലോമീറ്ററുകളോളം തടിച്ചവരുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധങ്ങൾ പുറത്തേക്ക് വരിക. കഅന്ന റീഹഹും അൽ മറാഹീൽ, മലം മണക്കുകയാണ് അവരുടെ ദുർഗന്ധം. പ്രവാചകന്റെ വാക്കെന്താ അറിയോ, മലം മണക്കുകയാണ് അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ദുർഗന്ധം. ഞാൻ മൂക്ക് പൊത്തി, ഞാൻ ചോദിച്ചു, മൻ ഹഉലാ, ഇവരാരാണ്? നരകശിക്ഷ തുടങ്ങിയിട്ടില്ല, അതിന്റെ മുന്നേ കിലോമീറ്ററുകളോളം ഇവർ വൃത്തികെട്ടവരാണ്, ഇവരുടെ ശരീരത്തിൽ നിന്ന് മുഴുവൻ ഒളിക്കുന്നത്, പുറത്തേക്ക് വരുന്നത് മലത്തിനേക്കാളും വൃത്തികെട്ട ദുർഗന്ധമാണ്, മൂക്ക് പൊത്തിക്കൊണ്ടല്ലാതെ സമീപിക്കാൻ കഴിയില്ല എന്ന് കരുതുന്ന ഇവർ ആരാണ്? പ്രവാചകനോട് പ്രവാചകൻ പറയാൻ, എനിക്ക് അവരെ പറഞ്ഞത് ഹും അസ്സാനൂൻ വസ്സവാനി, വ്യഭിചരിച്ചവരും വ്യഭിചരിച്ച ആണും വ്യഭിചരിച്ച പെണ്ണുമാണ്. നിങ്ങൾ ഉണ്ടാകരുത്, ദയവേത് ഞാൻ ആവർത്തിക്കുന്നു. ആർക്കെങ്കിലും എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു അവിഹിതമായ ബന്ധമുണ്ടോ, നമ്മുടെ സ്വഭാവം മാറ്റും. അള്ളാ പറഞ്ഞതാണ്, കൊലപാതകത്തേക്ക് എത്തിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇണ മക്കൾ നമ്മളെ എന്നേക്കുമായി ഒഴിവാക്കും. നമ്മുടെ ജീവിതത്തിൽ പരലോകത്തും ദുനിയാവിലും അപമാനം ഏറ്റെടുക്കേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ
ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗം നൽകണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ നാടിനെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ അങ്ങാടിയെ, ഞങ്ങളുടെ മഹലിനെ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട അങ്ങാടിയും മഹല്ലുമാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഹറാമായ ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഈമാനും തഖ്വയും നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിലും വിദേശ നാടുകളിലും കഷ്ടതകൾ അനുഭവിക്കുന്ന, അധ്വാനിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.